നമസ്കാരം. കേരളത്തിലെ ഏത് കൊലകൊമ്പൻ രാഷ്ട്രീയക്കാരും പിണറായി വിജയന്റെ മുന്നിൽ ഒന്ന് പതറും. പക്ഷേ നമ്മുടെ നാട്ടിലെ മൈക്കുകൾക്ക് മാത്രം എന്തൊരു പ്രത്യേകതയുണ്ട്. മുഖ്യമന്ത്രി വാ തുറന്നാൽ ഉടനെ മൈക്ക് പണിമുടക്കും. കണ്ണൂർ ധർമ്മശാലയിലും സംഭവം ആവർത്തിച്ചു. പക്ഷേ ഇത്തവണ കളി മാറി. പോലീസിനെ വിളിപ്പിക്കാനല്ല, പകരം ചിരിച്ചുകൊണ്ടൊരു മാസ് ഡയലോഗ് അടിക്കാനാണ് മുഖ്യമന്ത്രി തീരുമാനിച്ചത്. മുൻപ് തിരുവനന്തപുരത്ത് മൈക്കൊന്ന് ഒച്ചയിട്ടപ്പോൾ സൈബർ സെല്ലും പോലീസും ഒക്കെ ഓടി നടന്നത് നമ്മൾ കണ്ടതാണ്. മൈക്കിന്റെ ജാതകം വരെ അന്ന് പോലീസ് പരിശോധിച്ചു. എന്നാൽ ധർമ്മശാലയിൽ മൈക്ക് പാതി വഴിയിൽ മുടങ്ങിയപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, ഞാൻ ഉണ്ടാകുമ്പോൾ മൈക്ക് കളിക്കുന്ന കളിയാണിത്. അതായത് മൈക്കെ നീ എത്ര കളിച്ചാലും ഈ കസേരയിൽ ഞാൻ ഇരിക്കുമെന്ന് ചുരുക്കം. അടുത്തത് കണക്കിലെ കളിയാണ്. ലൈഫ് മിഷൻ വഴി പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് എടുക്കുവാൻ കുറെ പേർ ഓടി വരാറുണ്ട്. മുഖ്യമന്ത്രി അത് അക്കമിട്ട് നിർത്തി. 21,000 കോടി രൂപയുടെ പദ്ധതിയിൽ കേന്ദ്രം തരുന്ന വിഹിതം വെറും 2,300 കോടി. അതായത് ബിരിയാണി മുഴുവൻ സംസ്ഥാനം വയ്ക്കും, കേന്ദ്രം വന്ന് മുകളിൽ ഇത്തിരി മല്ലിയില വിതറും. എന്നിട്ട് പറയും ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ ബിരിയാണിയാണെന്ന്. കേന്ദ്രത്തിന്റെ ഈ ഭീമമായ വിഹിതത്തെ മുഖ്യമന്ത്രി ശരിക്കും അങ്ങ് പഞ്ഞിക്കിട്ടു. 2016 കേരളത്തിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ മൂക്കിന് നല്ല ഉറപ്പുള്ള ഒരു ക്ലിപ്പ് കൂടി വേണമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. എവിടെ നോക്കിയാലും മാലിന്യം. ആ അവസ്ഥയിൽ നിന്നാണ് ഇന്ന് കാണുന്ന ക്ലീൻ കേരളയിലേക്ക് നമ്മൾ എത്തിയത്. ഹരിത കേരള മിഷൻ വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്നും നമ്മൾ മൂക്ക് പൊത്തി നടക്കേണ്ടി വന്നേനെ എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് കേട്ട് മൂക്ക് ചീറ്റേണ്ടത് വികസന വിരോധികളാണ്. മൈക്ക് കേടായാലും കേന്ദ്രം ഫണ്ട് വെട്ടിക്കുറച്ചാലും താൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയുമെന്ന് പിണറായി വിജയൻ തെളിയിക്കുന്നു. മൈക്കിനോട് തമാശ പറഞ്ഞും കേന്ദ്രത്തോട് കണക്ക് ചോദിച്ചും കണ്ണൂരുകാരൻ മുഖ്യമന്ത്രി കളം നിറഞ്ഞു. എന്തായാലും ധർമ്മശാലയിലെ ഈ ചടങ്ങ് ഒരു കാര്യം ഉറപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ മൈക്കിനോടുള്ള പ്രേമം ഇനി തുടരും. പക്ഷേ മൈക്ക് എത്ര തടസ്സപ്പെടുത്തിയാലും കേന്ദ്രത്തിന്റെ കണക്കുകൾ പറയാനും വികസനം വിളിച്ചു പറയാനും തനിക്കൊരു മൈക്കിന്റെയും സഹായം വേണ്ട എന്നും പിണറായി വിജയൻ തെളിയിച്ചു കഴിഞ്ഞു. അതേസമയം നവകേരള സർവേയുടെ യഥാർത്ഥ ലക്ഷ്യം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തുടർ ഭരണം ഉറപ്പാക്കലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്ന ശബ്ദരേഖയും പുറത്തുവന്നു. 2025 ഒക്ടോബർ 22 സർവേയുടെ ജില്ലാതല നിർവഹണ സമിതി അംഗങ്ങൾക്കായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശില്പശാലയുടെ ഉദ്ഘാടനത്തിലാണ് മുഖ്യമന്ത്രിയുടെ തുറന്നു പറച്ചിൽ. സർവേയുമായി എത്തുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിൽ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സർക്കാരിന്റെ നവകേരള സർവേ ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് നവകേരള സർവേയുടെ യഥാർത്ഥ ലക്ഷ്യം വിവരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ശബ്ദരേഖ പ്രാധാന്യമർഹിക്കുന്നത്. ശബ്ദരേഖയുടെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. അവർക്ക് വികസനവുമായി ബന്ധപ്പെട്ട അഭിപ്രായമുണ്ടാകും. ആ അഭിപ്രായങ്ങൾ കേൾക്കാനാണ് നമ്മൾ പോകുന്നത്. അതായത് നമ്മുടെ ദൗത്യം അത് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ആ ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടി ചെല്ലുമ്പോൾ നിലവിലുള്ളതിനെ പറ്റി ഒരുപാട് സംശയങ്ങളും അഭിപ്രായങ്ങളും അവർ പ്രകടിപ്പിച്ചെന്ന് വരും. അത് കേട്ട് വിശദീകരണം കൊടുക്കാതെ വരാൻ പാടില്ല. എല്ലാ കാര്യങ്ങൾക്കും വിശദമായി വിശദീകരണം കൊടുക്കുവാൻ കഴിയും. ഇപ്പോൾ 10 വർഷമായി ഇവിടെ LDF സർക്കാർ അധികാരത്തിൽ ഇരിക്കുകയാണ്. ഇനി വീണ്ടും അത് തുടരണമോ? ഇവിടെ സാധാരണഗതിയിൽ ഒരു സർക്കാർ അധികാരത്തിൽ ഇരിക്കുമ്പോൾ ആ സർക്കാരിനെതിരെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരം നാട്ടിൽ സ്വാഭാവികമായി ഉണ്ടാകും. പക്ഷേ കേരളത്തിലെ ഒരു പ്രത്യേക നാട്ടിലിറങ്ങിയാൽ കാണാം. നിങ്ങളുടെ വോളണ്ടിയർമാരും ഇറങ്ങാൻ പോവുകയാണല്ലോ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും ഒരു തരത്തിലുമുള്ള ഭരണവിരുദ്ധ വികാരവും നമ്മുടെ നാട്ടിൽ നിലനിൽക്കില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. മാത്രമല്ല, എന്തുകൊണ്ടാണ് തുടർഭരണം വേണമെന്ന് പറയുന്നത്? നമ്മുടെ നാടിന്റെ നേട്ടങ്ങൾ സംരക്ഷിക്കണം. കൂടുതൽ നല്ല രീതിയിലേക്ക് നാടിനെ ഉയർത്തണം. അതിന് തുടർഭരണം ആവശ്യമാണ്. അല്ലെങ്കിൽ നാട് പുറകോട്ട് പോവുകയാണ് ചെയ്യുക. മുൻകാലങ്ങളിലെ അനുഭവം അതാണ്. 2021 തുടർഭരണത്തിന്റെ ഭാഗമായി നല്ല നിലയ്ക്ക് നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുണ്ട്. ഇനിയും നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. 2031 ആകുമ്പോഴേക്കും കേരള സംസ്ഥാനം രൂപം കൊണ്ടിട്ട് ഒരു പ്രത്യേക നിലയിലേക്ക് സംസ്ഥാനം എത്തുകയാണ്. നല്ല രീതിയിലേക്ക് അഭിവൃദ്ധി പ്രാപിക്കുവാൻ കഴിയണം. അതിന്റെ ഭാഗമായുള്ള നല്ല മാറ്റം കേരളത്തിൽ സംഭവിക്കണം. അതിന് നമ്മൾ സാധാരണ പറയുന്നത് നവകേരളം എന്നത് നമ്മുടെ നാടിന്റെ ജീവിത നിലവാരത്തിൽ വരുന്ന മാറ്റമാണ്. എല്ലാവർക്കും ആ മാറ്റം അനുഭവപ്പെടണം. അതിൽ വികസിത രാഷ്ട്രങ്ങളിലെ മധ്യവർഗത്തിന്റെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തിന്റെ ജീവിത നിലവാരത്തോട് ഉയർത്തുക, അതാണ് നമ്മുടെ ലക്ഷ്യം. നല്ല മുന്നേറ്റം ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് പോരാ, ഇനി മുന്നേറേണ്ടതായിട്ടുണ്ട്. ആ മുന്നേറ്റത്തിന് ഒരു തുടർ ഭരണം എന്നത് ഒഴിച്ചുകൂടാനാകാത്തതാണ്. ഇതുകൂടി പോകുന്ന ആളുകളുടെ മനസ്സിലുണ്ടാകണം. വലിയൊരു ദൗത്യമാണ് നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുള്ളത്. ഈ പോകുന്ന വോളണ്ടിയർമാർ എല്ലാ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയവരാകണമെന്നില്ല. കുറച്ചുപേർ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുകയുള്ളൂ. പ്രകോപിതരാകാതെ ശാന്തരായി കാര്യങ്ങൾ പറഞ്ഞു വിവരിക്കുക, അതാണ് ഇവർ ചെയ്യേണ്ട കാര്യം. ചിലരെങ്കിലും പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിച്ചെന്ന് വരും. അതിൽ കുടുങ്ങാതെ ശാന്തമായി കാര്യങ്ങൾ വിശദീകരിച്ചു വരുവാൻ നമുക്ക് സാധിക്കണം. ഇത്രയുമാണ് ഈ ഘട്ടത്തിൽ തനിക്ക് പറയാനുള്ളതെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്.